അല്ലെ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്ന പോലെ സംഭവമാണ്. വോട്ടിൽ കൃത്രിമം നടന്നോ എന്ന് നോക്കേണ്ട ആള് തന്നെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അമ്പല കമ്മിറ്റി കൺവീനർ ഭണ്ഡാരം കുത്തി തുറക്കുന്ന ഒരു അനുഭവം. അതെ, ഇത് കോഴിക്കോട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർ പ്രചാരണം നടത്തിയെന്നാണ് പരാതി. അതെ അതെ, നല്ല കിടിലം പരാതിയാ. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ 4-ാം ബൂത്ത് BLO ലതാ മോഹനെതിരെയാണ് പരാതി. BLOമാർ രാഷ്ട്രീയ പ്രചാരണം നടത്താൻ പാടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലംഘിച്ചെന്ന് കാണിച്ചാണ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് PM നിയാസ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് പരാതി നൽകിയത്. കിഴക്കേ കോട്ടപ്പറമ്പ് മേഖലയിൽ പ്രചാരണം നടത്തിയെന്ന് സൂചിപ്പിച്ച് ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി. ജില്ലയിൽ LDF BLOമാരെ ഉപയോഗപ്പെടുത്തി പ്രചാരണം നടത്തുന്നതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഈ ജില്ലയിൽ BLOമാർ വ്യാപകമായി ഇപ്പോഴും രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 85+ഉം വികലാംഗ വോട്ടിനുമായി അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ BLAമാരെ ഒപ്പം വിളിക്കണമെന്നാണ് ചട്ടം. എന്നാൽ പല BLAമാരും തയ്യാറായിട്ടില്ല. BLA പോലും അല്ലാത്ത ബ്രാഞ്ച് സെക്രട്ടറിയെയും LC മെമ്പറേയും കൂട്ടിയാണ് പല വീടുകളും പോയിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് LDF പ്രതികരണം. UDFന്റെ പരാതിയിൽ ലതയോട് വിശദീകരണം തേടുമെന്ന് കലക്ടർ വ്യക്തമാക്കി. വടകര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വേണ്ടി BLO വോട്ടഭ്യർത്ഥിച്ചതും വിവാദമായിരുന്നു. നാദാപുരം നിയോജക മണ്ഡലത്തിലെ 180-ാം നമ്പർ ബൂത്തിലെ BLO P അബ്ദുൽ മുനീറിനെതിരെയാണ് LDF പരാതി നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അബ്ദുൽ മുനീറിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. 24 കോഴിക്കോട്.